മാനന്തവാടിയിലും പുൽപ്പള്ളിയിലും ഒക്കെ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായപ്പോ അവിടെ ആ സമയത്ത് തന്നെ സർക്കാരിന്റെ ഓർഡർ കിട്ടിയിരുന്നു. ആനയെ വെടിവെച്ച് മയക്കുവെടിവെച്ച് നീക്കം ചെയ്യാമെന്നുള്ള ആ ഓർഡർ ഞങ്ങൾക്കും വേണം. അവിടെ നിന്ന് 2 ദിവസം കഴിയുമ്പോൾ നിരന്തരം മരണം ഈ പഞ്ചായത്തിൽ നിങ്ങൾ എരുമക്കൊല്ലിയിൽ നിരന്തരം ഈ ആളുകളെ കൊലപ്പെടുത്തുന്നതും ആക്രമിക്കുന്നതും ഒരേ ആന തന്നെയാണ് എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ആ ആനയെ അവിടെ നിന്ന് വെടിവെച്ച് പിടികൂടി മാറ്റുക എന്ന ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ ആനയെ വെടിവെച്ച് പിടികൂടാം എന്നൊരു ഉത്തരവിറങ്ങാതെ മൃതദേഹം അവിടെ നിന്ന് അറുമുഖൻ്റെ മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ സമ്മതിക്കില്ല എന്നതാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഇന്ന് വൈകുന്നേരം മേപ്പാടി ടൗണിൽ പോയി അരിയും മറ്റ് വീട്ടു സാധനങ്ങളും വാങ്ങി തിരികെ വരുന്ന വഴിക്കാണ് ഈ കാട്ടാന ആക്രമണം. അതും തേയിലത്തോട്ടത്തിൽ വെച്ചാണ്, ജനവാസ മേഖലയിൽ അവരുടെ അടുത്ത പ്രദേശത്ത് വെച്ചാണ് ഈ ആക്രമണം നടക്കുന്നത്. നിരന്തരം ഈ വഴിയിൽ കാട്ടാന ഇറങ്ങാറുണ്ട്. ഏതായാലും കാട്ടാന ആക്രമണത്തിൽ നിരന്തരം മേപ്പാടിയിൽ എരുമക്കൊല്ലി പ്രദേശത്ത് അവർ ഉന്നയിക്കുന്നത് ഉന്നതിയോടടുത്ത പ്രദേശങ്ങളിൽ ഇങ്ങനെ കാട്ടാന സ്ഥിരമായി തമ്പടിക്കുമ്പോൾ പോലും അതിനൊന്ന് ഓടിക്കാൻ പോലും ആരും എത്തുന്നില്ല എന്ന ഗുരുതരമായ ആരോപണം കൂടി വനം വകുപ്പിനെതിരെ ഉയരുന്നുണ്ട്.